നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നില്ല ഫൈനൽ. പക്ഷേ ഇന്ത്യയുടെ ആധിപത്യം കൃത്യമായി കണ്ടൊരു മത്സരം തന്നെയായിരുന്നു. ന്യൂസിലാൻഡിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോരാട്ടവീര്യം ഉണ്ടായില്ല. അതിൻ്റെ കാരണം അവരുടെ പ്ലാനുകൾ തുടക്കത്തിൽ പൊളിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ലക്ക് പല ഘട്ടങ്ങളിലും അവർക്കെതിരായിരുന്നു കളിയുടെ തുടക്കത്തിൽ. അത് തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യ അതിൽ പിടിച്ചു കയറി വമ്പൻ സ്കോറുണ്ടാക്കി ആധിപത്യം പുലർത്തിയതോടുകൂടി ചേസ് ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിലും അവർക്ക് വിജയിക്കാൻ കഴിയും എന്നൊരു തോന്നൽ പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല. അവിടെയാണ് നമ്മൾ കളി പിടിക്കുന്നതും എതിരാളികൾ നിഷ്പ്രഭമായി പോകുന്നതും. ശരിക്കും പറഞ്ഞാൽ T20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ പോലെ അതിസമ്മർദ്ദമുള്ളൊരു മത്സരത്തിൽ എത്രത്തോളം കുറച്ച് എറർ വരുത്തുന്നുവോ ആ ടീമിനാണ് കൂടുതൽ കിരീട സാധ്യത. ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം വൈഡ് ബോളുകളും അതുപോലെ തന്നെ വ്യത്യസ്ത ബൗളർമാരെ വെച്ച് ആദ്യ 4 ഓവർ എറിഞ്ഞുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഇന്ത്യൻ ടീമിന് ഉണ്ടാക്കാൻ ശ്രമിച്ചതൊക്കെ പാളിപ്പോയി. ആ പാളിപ്പോവലിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഗംഭീര തോൽവി. 96 റൺസിൻ്റെ തോൽവി എന്ന് പറഞ്ഞാൽ ഒരു ഫൈനലിൽ എത്രത്തോളം വലിയ ആഘാതമാണ് എന്ന കാര്യം നോക്കണം. സോ നമ്മുടെ ടീം ഇതാ ഒരിക്കൽ കൂടി T20 വേൾഡ് കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓർക്കുക, ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ടീമും സ്വന്തം മണ്ണിൽ T20 വേൾഡ് കപ്പ് നേടിയിട്ടില്ല. ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ടീമും T20 വേൾഡ് കപ്പിൽ തുടർച്ചയായി 2 വട്ടം മുത്തമിട്ടിട്ടുമില്ല. അപ്പോൾ ആ റെക്കോർഡുകളാണ് നമ്മൾ ഇന്നലെ അഹമ്മദാബാദിലെ മൊട്ടേറയിലെ സ്റ്റേഡിയത്തിൽ തിരുത്തി കുറിക്കുന്നത് കണ്ടത്. ഇന്ത്യയുടെ ഓരോ മത്സരങ്ങൾക്ക് ശേഷവും നമ്മൾ വിശദമായിട്ടുള്ള റിവ്യൂ പറയാറുണ്ട്. ഈ മത്സരവും വ്യത്യസ്തമല്ല. ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം സമീപകാലത്തെ. പതിവ് പോലെ പ്രശസ്ത പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെയും ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെയും ഒക്കെ നിരീക്ഷണങ്ങൾ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർത്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് ഈ റിവ്യൂ. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ മാന്യമായ ക്രിക്കറ്റ് ചർച്ചകളും സംവാദങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. റാഫ്റ്റോ ക്രിക്കറ്റിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പണാണ്. നിങ്ങൾക്കും പോസ്റ്റ് ഇടാവുന്നതാണ്. ഏതായാലും കളിയിലേക്ക് വന്നാൽ ടോസ് നഷ്ടമായി. ടീം ഇന്ത്യയോട് ബാറ്റിങ്ങിന് ആവശ്യപ്പെടുമ്പോൾ ന്യൂസിലാൻഡിന് വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഈ മിക്സഡ് സോയിൽ പിച്ചിൽ റൺ ഒഴുകുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്യൂയുടെ സഹായത്തോടു കൂടി ചേസിങ് എളുപ്പമാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിച്ചത്. ടോസ് ലഭിച്ച ന്യൂസിലാൻഡ് അങ്ങനെ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇന്ത്യയുടെ ടോപ്പ് 3 പൊളിച്ചടുക്കിയ തുടക്കമിടുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. അങ്ങനെ ഇന്ത്യ എത്തുന്നത് 255 റൺസിലേക്കാണ്. 255 for 5 എന്ന രൂപത്തിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അടിച്ചതിനേക്കാൾ റൺ അടിച്ചുകൊണ്ട് ഒരു ICC T20 വേൾഡ് കപ്പിൻ്റെ നോക്കൗട്ട് മത്സരത്തിലെടുക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോർ തന്നെ ഇന്ത്യ അങ്ങ് കുറിച്ചു. സഞ്ജു സാംസണിൻ്റെ 89, ഇഷാൻ കിഷൻ്റെ 54, അഭിഷേകിൻ്റെ 52. മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർ സൗത്ത് ആഫ്രിക്കയെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്താൻ വേണ്ടിയെടുത്ത ആ മാസ്മരിക പ്രകടനമില്ലേ, അതിനേക്കാൾ മികച്ച പ്രകടനം നടത്തിയെങ്കിലും മാത്രമേ ഇവിടെ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നതായിരുന്നു അവരുടെ സിറ്റുവേഷൻ. അവർ ആ സമ്മർദ്ദത്തിന് മുന്നിൽ ഇടറി വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. സോ ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ലഭിച്ചിട്ടുള്ള ഈ 3 പേരുടെ മികച്ച തുടക്കം, അതിനുശേഷം 15 ഓവറിൽ നമ്മൾ 200 കടന്നു. ഒരു ഘട്ടത്തിൽ 270 പോസിബിളാണ്. ചിലരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടാവണം 300 പോലും പോസിബിളല്ലേ എന്ന്. കാരണം എന്താണെന്നറിയോ, ആ സമയത്തൊരു സ്കോർ എന്ന് പറഞ്ഞാൽ 201 എന്ന നിലയിലാണ് ടീം ഇന്ത്യ നിൽക്കുന്നത്. പക്ഷേ ജിമ്മി നീഷത്തിൻ്റെ ഒരു ഓവറിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. തുടർച്ചയായി 3 വിക്കറ്റുകൾ ആ ഓവറിൽ അദ്ദേഹം എടുത്തു. തുടർച്ചയെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ബോളുകളിൽ നിന്നല്ല, ആ ഓവറിൽ 3 വിക്കറ്റുകൾ അദ്ദേഹം എടുത്തെടുത്ത് നമ്മുടെ മൊമെൻ്റം ഒന്ന് പോയി. പിന്നെ തുടർച്ചയായ 16 പന്തുകളിൽ ബൗണ്ടറി പോലും ഇല്ലാതെ ഡ്രൈഡപ്പായി. 250 എത്തുമോ എന്നുള്ള ആശങ്കയായി. ആ ആശങ്ക ഒഴിവാക്കി തന്നത് ശിവൻ ദ്യൂബയുടെ താണ്ഡവമാണ്. മിന്നൽ പിണറായി ശിവൻ ദ്യൂബെ അവസാന ഓവറിൽ എടുത്തിട്ട് അങ്ങ് അലക്കിയിട്ട് ഒരു മൂലക്കിട്ടു. അങ്ങനെയാണ് ആ ഒരു വലിയ സ്കോർ ഇന്ത്യ അടിക്കുന്നത്. അപ്പം എതിരാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്കോറ് വലിയ ഒരു ബാലികേറ മല പോലെ മുന്നിൽ നിന്നപ്പോൾ അവർ വീണുപോയി.
അതിലിടയിൽ നോക്കുക ഫിൻ അലൻ്റെ ഒരു 33 ബോളിലുള്ള 100 നമ്മൾ അതിൻ്റെ മുമ്പത്തെ കളി കണ്ടിരുന്നല്ലോ. ഇവിടെ അതുണ്ടായില്ല. പക്ഷേ സിഫേർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അർദ്ധ സെഞ്ചുറിയുടെ പ്രകടനം നമ്മൾ കണ്ടു. 26 ബോളിലാണ് അദ്ദേഹം 52 റൺസ് അടിച്ചത്. അവർക്ക് ഈ സ്കോറ് മറികടക്കണമെങ്കിൽ ഫിൻ അലനും ടീം സിഫേർട്ടും മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ടായിരുന്നു. അത് നടന്നില്ല. മാത്രമല്ല ബൂമ്ര, ജസ്പ്രീത് ബൂമ്രയുടെ ആ സ്പെല്ലിനെ കുറിച്ച് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ കോട്ട 4 ഓവറിൽ വിട്ടുകൊടുത്ത് വെറും 15 റൺസാണ്. 4 വിക്കറ്റാ പിഴുതെടുത്തത്. ഏത് പിച്ചിലാണ്? റണ്ണൊഴുകുന്ന പിച്ചിൽ. എപ്പോഴാണ്? രണ്ടാമത് ബൗൾ ചെയ്തിട്ട് ഡ്യൂ ഉള്ള സമയത്ത്. സോ ജസ്പ്രീത് ബൂമ്ര തൻ്റെ മാന്ത്രികത പുറത്തെടുത്തപ്പോൾ ന്യൂസിലാൻഡിന് ഉത്തരമില്ലായിരുന്നു. സോ വിശദമായിട്ട് ഇന്ത്യയുടെ ബാറ്റിംഗ് മുതൽ കാര്യങ്ങളിലേക്ക് പോയാൽ, ന്യൂസിലാൻഡ് ഇന്ത്യയെ ബാറ്റിങ്ങിന് വിടുന്നു. അവരുദ്ദേശിക്കുന്നത് തുടക്കത്തിൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് അവർ പോയി. മാറ്റ് ഹെൻറി എറിയുന്നു ആദ്യ ഓവർ, ദെൻ ഗ്ലെൻ ഫിലിപ്സ്, ദെൻ ജേക്കബ് ഡഫി, ദെൻ ലോക്കി ഫെർഗൂസൻ. ആദ്യത്തെ 4 ഓവർ 4 പേരെ കൊണ്ട് എറിയിക്കുന്നു. പക്ഷേ ആദ്യത്തെ 1-2 ഓവറിൽ പതിയെ ആണ് പോയതെങ്കിലും പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്നുകൊണ്ട് പൊളിച്ചടുക്കിയ തുടക്കമാണിട്ടത്. ആദ്യത്തെ 2 ഓവർ അവരുടെ ഈ ഒരു തന്ത്രം വർക്ക് ചെയ്തു എന്നാണെങ്കിൽ പറയാം. മാറ്റ് ഹെൻറി 4 ഡോട്ട് ബോളുകൾ എറിയുന്നു സഞ്ജു സാംസണിന്. പക്ഷേ സഞ്ജു പിന്നീട് ഒരു 6 അടിക്കുന്നുണ്ട് ആ ഓവറിൽ തന്നെ. അപ്പോൾ തന്നെ കാര്യം വളരെ കൃത്യമായിരുന്നു. പിന്നെ ഈ ഒരു കളിക്ക് കോൾ മക്കൻസി ഇല്ല. അതുകൊണ്ട് ഗ്ലെൻ ഫിലിപ്സിൻ്റെ ഓവറാണ് അടുത്ത് വരുന്നത്. ആ ഓവറിൽ അദ്ദേഹം 5 റൺസ് മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ പിന്നീട് അടുത്ത ഓവർ മുതൽ കാര്യങ്ങൾ മാറി മറിയുന്നു. ക്വിക്കിലി കാര്യങ്ങൾ മാറി. പിന്നെ ജേക്കബ് ഡഫിയുടെ 3rd ഓവർ വരുന്നു. പക്ഷേ ഒരു മാർജിനൽ വൈഡ് വിളിക്കപ്പെടുന്നു. അഭിഷേക് പിന്നെ കൃത്യമായിട്ട് 2 ഫോറുകൾ അടിച്ചെടുക്കുന്നു. കാര്യങ്ങൾ പതിയെ ഇന്ത്യയുടെ വരുതിയിലേക്ക് മാറ്റുന്നു. ലോക്കി ഫെർഗൂസനാണ് 4th ഓവർ എറിയാൻ വേണ്ടി വന്നത്. ആ ഓവറിൽ 24 റൺസാണ് കിട്ടിയത്. അഭിഷേക് വളരെ മനോഹരമായിട്ട് 6 പറത്തുന്നു. സഞ്ജു സാംസൺ ഔട്ടായി എന്ന് കരുതിയതാണ്. ടോപ്പ് എഡ്ജ് കൊള്ളുന്നു. അദ്ദേഹം ലെഗ് സൈഡിലേക്ക് അടിച്ചത് ടോപ്പ് എഡ്ജ് കൊണ്ട് ഓഫ് സൈഡിൽ 6 ആവുന്നു. അത് പറഞ്ഞാൽ ചില നിമിഷങ്ങൾ, ചില ലെക്കുകൾ ആവശ്യമാണ്. അത് ഇന്ത്യക്കൊപ്പം നിന്നു, ന്യൂസിലാൻഡിനൊപ്പം നിന്നില്ല. സോ ആ 6 ഡീപ്പ് തേർഡിലേക്ക് 6 പോകുന്നു, എഡ്ജ് കൊണ്ട ബോൾ. അപ്പം ഈ 2 ഷോട്ടുകൾ, അതായത് അഭിഷേകിൻ്റെ ആണെങ്കിലും സഞ്ജുവിൻ്റേതാണെങ്കിലും വേണ്ട വിധത്തിൽ കൃത്യമായി ടൈമിംഗ് ഇല്ലാത്ത ഷോട്ടുകളായിരുന്നു. ബട്ട് കംഫർട്ടബിളി 6 പറക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു പിച്ചിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. റൺ ഒഴുകുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ ഹെൻറി വീണ്ടും വരുമ്പോഴും അദ്ദേഹത്തിന് അടുത്ത തവണയും അതുപോലെ തന്നെ അടി കിട്ടുന്നൊരു കാഴ്ച. അദ്ദേഹത്തിൻ്റെ സ്ലോവർ ബോളുകളും വൈഡുകളും ഒക്കെ വരുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ അദ്ദേഹം ആകെ എറിഞ്ഞ ഓവറുകളും നോക്കുക. ഹെൻറിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 4 ഓവറിൽ 49 റൺസാണ് കൊടുത്തത്. അതേസമയം ലോക്കി ഫെർഗൂസൻ 2 ഓവറിൽ 48 റൺസാണ് കൊടുക്കുന്നത്. ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം കളി അവിടെ അവർ കൈവിടുകയായിരുന്നു എന്ന് വേണം പറയാൻ. ദെൻ ഡഫിയുടെ 2nd ഓവർ വരുമ്പോൾ അഭിഷേക് 18 പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ T20 വേൾഡ് കപ്പിൽ ഒരു നോക്കൗട്ട് ഗെയിമിൽ ഏറ്റവും വേഗത്തിലുള്ള അർദ്ധ സെഞ്ചുറിയാണ് അവിടെ പിറന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം ഈ ടൂർണമെൻറ്റിൽ മികച്ച ഫോമിലല്ല. അതേപോലെ തന്നെയാണ് ഈ ഒരു ഇന്നിങ്സും വന്നത്. അദ്ദേഹം കൃത്യമായി ടൈം ചെയ്തിരുന്നോ, സാധാരണ പോലെ അദ്ദേഹം കണക്ട് ചെയ്തിരുന്നോ എന്നുള്ളതൊക്കെ സംശയമാണ്. എന്നാൽ പോലും സ്റ്റിൽ അദ്ദേഹം ഈ ഒരു അർദ്ധ സെഞ്ചുറി നേടി. അർദ്ധ സെഞ്ചുറി നേടിയതിന് തൊട്ടു പിന്നാലെ രജിൻ രവീന്ദ്രയുടെ ഓഫ് സ്റ്റമ്പിന് വെളിയിൽ പോയ, ഓഫ് സ്റ്റമ്പിനെന്നല്ല വൈഡ് പോയ, ഓഫ് സൈഡിൽ വൈഡ് പോയൊരു ബോള് നിക്ക് ചെയ്ത് വിക്കറ്റ് കീപ്പർ ക്യാച്ച് എടുത്ത് അദ്ദേഹം പുറത്തു പോവുകയായിരുന്നു. അപ്പം നോക്കുക, നമ്മുടെ പവർ പ്ലേ കഴിയുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നറിയോ? 92 ആണ്. 92 for 0 ഇൻ ദി പവർ പ്ലേ. അതിൽ 80 റൺസ് വന്നു. ആദ്യത്തെ 2 ഓവറിൽ ഒരു 12 റൺസാണ് വന്നത് നോക്കണം. ബാക്കി 80 റൺസ് വന്നത് പിന്നാലെയുള്ള 4 ഓവറുകളിലാണ്. അത്രമാത്രം ആധിപത്യത്തോടു കൂടി ഇന്ത്യൻ ബാറ്റർമാർ ബാറ്റ് വീശിയപ്പോൾ അതേപോലെ തന്നെ മെൻ്റലി ന്യൂസിലാൻഡ്
കളി കൈവിടുന്നൊരു ഫീലുണ്ടായി. ആ വൈഡുകളൊക്കെ വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ഹിറ്റിംഗ് ആർക്കിന് പുറത്തെറിയാൻ വേണ്ടി അവർ അപ്പോഴേ തുടക്കത്തിലേ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി സംഭവിച്ചപ്പോഴാണ് ഇത്ര വലിയൊരു സ്കോറിലേക്ക് പവർ പ്ലേയിൽ തന്നെ നമ്മുടെ ടീം നീങ്ങുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, രജിൻ രവീന്ദ്രയുടെ പന്തിൽ പിന്നാലെ അഭിഷേക് ശർമ്മ മടങ്ങുന്നു. 8ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലാണ് അദ്ദേഹം മടങ്ങുന്നത്. 98-1 എന്ന രൂപത്തിലാണ് അപ്പോൾ ടീം ഇന്ത്യ ഉള്ളത്. അടുത്ത 8 ഓവറിൽ ഇന്ത്യൻ ടീം അടിക്കുന്നത് 105 റൺസാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 6 ഓവറിൽ അടിച്ച അതേ വേഗത്തിൽ എല്ലാ സ്കോറിങ് പോയത്. ഒരല്പം കുറവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള മനോഹരമായ സ്ട്രോക്ക് പ്ലേകൾ കൊണ്ട് സമൃദ്ധമായ ഒരു ഫേസ് ആയിരുന്നു. പ്രത്യേകിച്ച് സഞ്ജു സാംസണിൻ്റെ കിടിലൻ ചില ഷോട്ടുകൾ നമ്മൾ കണ്ടു. 33 പന്തുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി പിറക്കുന്നു. ദെൻ അതിന് ശേഷം അദ്ദേഹം കിടിലൻ ഷോട്ടുകളിലേക്ക് കടക്കുന്നു. ഫെർഗൂസിന് മേൽ ആഞ്ഞടിക്കുന്നു. അദ്ദേഹം 2 ഓവറിൽ 48-0 എന്ന രൂപത്തിലേക്ക് അവിടെയാണ് മാറിപ്പോകുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം പന്തെറിയാൻ ഈ കളിയിൽ വന്നിട്ടില്ല നോക്കണം. ലോക്കി ഫെർഗൂസിനെ പിന്നെ ഈ ഫൈനലിൽ പന്തെറിഞ്ഞിട്ടില്ല. അപ്പം രവീന്ദ്രക്കും അതുപോലെ തന്നെ അടി കൊടുത്തു. 3 തവണ സ്റ്റാൻഡിലേക്ക് അടിച്ചു വിട്ടു. സോ ഇന്ത്യൻ ടീം 14 ഓവർ കഴിയുമ്പോൾ 191-1 എന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. 15ാമത്തെ ഓവറിൽ നമ്മൾ 200 കടക്കുകയും ചെയ്യുന്നു. അതിമനോഹരമായിട്ട് കുതിച്ചു പാഞ്ഞ ടീം ഇന്ത്യ 15 ഓവറിൽ 200 കടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഒരു 270 280 ഒക്കെ വരേണ്ടതാണല്ലോ. കാരണം ഒരു വിക്കറ്റാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളൂ. അതിലൊരു കാര്യം കൂടിയുണ്ട്. മിച്ചൽ സാന്റ്നർ നല്ല രൂപത്തിലാണ് എറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിനും അടി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിലും ഇഷാൻ കിഷന് 23 പന്തുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി കുറിക്കുകയും ചെയ്തു. അടുത്ത ഓവറാണ്, 16ാമത്തെ ഓവറാണ് ഇന്ത്യയുടെ 270 എന്നൊക്കെയുള്ള സാധ്യത മങ്ങിപ്പിച്ചത്. 3 വിക്കറ്റുകളാണ് ജിമ്മി നീഷം എടുക്കുന്നത്. ജിമ്മി നീഷമിൻ്റെ ആ ഒരു ഓവറിൽ ഫുൾ ടോസിലാണ് സഞ്ജു സാംസൺ പുറത്താവുന്നത്. സഞ്ജു സാംസൺ പുറത്തായതിന് ശേഷം അതേ ഓവറിൽ തന്നെ പിന്നാലെ ഇഷാൻ കിഷൻ മടങ്ങുന്നു. സൂര്യകുമാർ യാദവ് ഗോൾഡൻ ഡക്കായിട്ട് മടങ്ങുന്നു. സഞ്ജുവിൻ്റെ ഇന്നിങ്സിന് നമ്മൾ തീർച്ചയായിട്ടും കൈയടിക്കണം. ഒരു ഘട്ടത്തിൽ ഈ ടൂർണമെൻറ്റിൽ പ്ലേയിങ് ലെവലിൽ സ്ഥാനമുണ്ടാകില്ല എന്ന് കരുതിയിരുന്ന ഒരാൾ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായിട്ട് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 46 പന്തുകളിൽ നിന്ന് 5 ഫോറും 8 സിക്സറും അടക്കം 193.48 സ്ട്രൈക്ക് റേറ്റിൽ 89 റൺസാണ് അദ്ദേഹം കുറിച്ചത്. ഇഷാൻ കിഷൻ 25 പന്തുകളിൽ നിന്ന് 4 ഫോറും 4 സിക്സും അടക്കം 216 സ്ട്രൈക്ക് റേറ്റിൽ 54 റൺസാണ് കുറിച്ചത്. ഇഷാൻ കിഷൻ്റെ ആ ഒരു ബാറ്റ് സ്പീഡും പവറും അദ്ദേഹത്തിൻ്റെ ടൈമിങ്ങും ഒക്കെ വളരെ വളരെ മികച്ചതായിരുന്നു എന്നുള്ളത് പറയാതെ വയ്യ. ഏതായാലും ഇഷാൻ കിഷൻ പോകുന്നു. പിന്നെ സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിൻ്റെ ഫേവറിറ്റ് ഭാഗത്തേക്ക് ഷോട്ട് ഉതിർത്തതാണ്. പക്ഷേ മികച്ച രൂപത്തിലുള്ള ഒരു ക്യാച്ച് അവിടെ ജിമ്മി നീഷത്തിൻ്റെ പന്തിൽ രജിൻ രവീന്ദ്ര എടുത്തു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഗോൾഡൻ ഡക്കായിട്ട് പോകുന്നു. സോ 203-1 എന്ന നിലയിൽ നിന്ന് ടീം ഇന്ത്യ 204-4 എന്ന രൂപത്തിലേക്ക് വീണുപോയി 16 ഓവർ തീരുമ്പോൾ. പിന്നെയുള്ളത് അടുത്ത ഓവറുകളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ കൂട്ടുകെട്ടാണുള്ളത്. തൊട്ടു പിന്നാലെ തിലക് വർമ്മയും മടങ്ങേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം രക്ഷപ്പെട്ടു പോയി. എന്നാൽ അദ്ദേഹത്തെ ആ രൂപത്തിൽ പിടിക്കാൻ പറ്റാത്തതിൽ ന്യൂസിലാൻഡിന് വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല. കാരണം 6 ബോൾ നേരിട്ട് അദ്ദേഹം 8 റൺസ് മാത്രമാണ് അടിച്ചത്. തുടർന്നൊരു 10-16 പന്തുകളിൽ ഇന്ത്യക്ക് ബൗണ്ടറികൾ വരാത്തൊരു സ്ഥിതിവിശേഷം കൂടി വരുന്നു. അവിടെയാണ് പിന്നെ ഒരു 4ഉം 6ഉം ഒക്കെ അടിച്ച് ഹാർദിക് പാണ്ഡ്യ കാര്യങ്ങൾ വീണ്ടും ഇന്ത്യയുടെ ട്രാക്കിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ മാറ്റ് ഹെൻറിയുടെ പന്തിൽ മിച്ചൽ സാന്റ്നർ പിടിച്ച് അദ്ദേഹവും മടങ്ങിപ്പോയി. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഘട്ടത്തിൽ 15ാമത്തെ ഓവർ മുതൽ 19ാമത്തെ ഓവർ വരെയുള്ള ഘട്ടത്തിൽ 24 പന്തുകളിൽ നിന്ന് 28 റൺസ് മാത്രമാണ് അടിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഈ 270 പോട്ടെ, 250 കിട്ടില്ല എന്നൊരു തോന്നൽ ആ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നു. പക്ഷേ ശിവൻ ദ്യൂബയ്ക്ക് മറ്റു പ്ലാനുകൾ ഉണ്ടായിരുന്നു. ശിവൻ ദ്യൂബെ ഫൈനൽ ഓവറിൽ അടിച്ചിട്ടത് 24 റൺസാണ്. ജിമ്മി നീഷമിൻ്റെ ഫൈനൽ ഓവറിൽ 2 സിക്സറുകളും 3 ഫോറുകളും ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യൻ ടീമിനെ 255 റൺസിലേക്ക് അദ്ദേഹം എത്തിച്ചു. ദ്യൂബെ
8 പന്തുകളിൽ നിന്ന് 3 ഫോറും 2 സിക്സും അടക്കം 325 സ്ട്രൈക്ക് റേറ്റിൽ 26 റൺസ് കുറിച്ച് പുറത്താകാതെ നിന്നു. ജിമ്മി നീഷത്തിന് അപ്പോൾ 4 ഓവറിൽ 46-ന് 3 എന്ന രൂപത്തിലേക്ക് മാറേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ബോളിംഗ് ഫിഗർ ആകെ നശിപ്പിച്ച് കളഞ്ഞു ശിവൻ ദ്യൂബെ എന്ന് വേണമെങ്കിൽ പറയാം. സോ 256 റൺസ് വിജയിക്കാൻ വേണം. ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ സെമി ഫൈനലിൽ എന്ത് പ്രകടനം നടത്തിയോ അതിൻ്റെ ഒരു ആവർത്തനമോ ഒരു പക്ഷേ അതിനേക്കാൾ അഗ്രസീവായിട്ടോ ഇവിടെ കളിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഓപ്പണർമാർ പരാജയപ്പെട്ടെടുത്ത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നോക്കുക, ഫസ്റ്റ് ഓവർ ചേസിൻ്റെ ഫസ്റ്റ് ഓവർ അർഷ്ദീപ് സിംഗിൻ്റെ പന്ത്. അവിടെ അലനെയാണ് നമ്മൾ ഒരല്പം ഭയത്തോടുകൂടി, ഭയം എന്ന് പറയാനില്ല, ഒരല്പം ആശങ്കയോടെ നോക്കിയത്. കാരണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കളിയിലെ ഇന്നിങ്സൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ ആദ്യ ഓവറിൽ തന്നെ വീഴ്ത്താനുള്ളൊരു അവസരം മിഡ് ഓഫിൽ ആ ഒരു സ്ലോഗ്, പക്ഷേ അത് ദ്യൂബയ്ക്ക് ക്യാച്ച് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്ത ഓവറിൽ ടിം സിഫേർട്ട് ഹാർദിക് പാണ്ഡ്യയ്ക്ക് മേലെ 2 സിക്സറുകൾ അടിക്കുന്നു, അതുപോലെ തന്നെ 2 ഫോറുകൾ അടിക്കുന്നു. അപ്പോൾ ഇത് ഇന്ത്യൻ ആരാധകരെ ഒന്ന് നെർവസാക്കി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പിന്നീട് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ടീം കളി പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അക്സർ പട്ടേൽ വരുന്നു 3rd ഓവറിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നീക്കമായിരുന്നു. ഫിൻ അലനെ മടക്കി വിടുന്നു. അക്സർ പട്ടേലിൻ്റെ പന്തിൽ തിലക് വർമ്മ പിടിച്ച് അദ്ദേഹം മടങ്ങിപ്പോകുന്നു. അപ്പം ന്യൂസിലാൻഡ് ആദ്യ വിക്കറ്റ് 31-1 എന്ന രൂപത്തിൽ 3ാമത്തെ ഓവറിലാണ് വീഴുന്നത്. എന്നാൽ 4ാമത്തെ ഓവർ എറിയാൻ വേണ്ടി വരുന്നു ജസ്പ്രീത് ബുംറ, മജീഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം വിക്കറ്റ് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രജിൻ രവീന്ദ്രയെ മടക്കി വിടുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? രജിൻ രവീന്ദ്ര, ഹാരി ബ്രൂക്കിന് സെമി ഫൈനലിൽ എന്താണ് പറ്റിയത്? റിയാൻ റിക്കിൾട്ടന് ഇന്ത്യക്കെതിരെയുള്ള കളിയിൽ എന്ത് സംഭവിച്ചു? റോസ്റ്റൻ ചേസിന് ഇന്ത്യക്കെതിരെയുള്ള കളിയിൽ എന്ത് സംഭവിച്ചു? അതുതന്നെയാണ് രജിൻ രവീന്ദ്രക്കും സംഭവിക്കുന്നത്. ബുംറയുടെ ഫസ്റ്റ് ബോൾ അത് ഓഫ് കട്ടറാണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു രജിൻ രവീന്ദ്ര. ബട്ട് അദ്ദേഹം ആ ഷോട്ടിലേക്ക് കുറച്ച് ഏർലി ആ ഷോട്ട് കമ്മിറ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം ഔട്ടായി പോകുന്നു. അത് ഔട്ടാകുക എന്ന് പറയുമ്പോൾ അങ്ങനെ കൃത്യമായിട്ട് കണക്ട് ചെയ്യാതിരുന്നിട്ട് പോലും ബോൾ ബൗണ്ടറി ലൈനിൽ മികച്ചൊരു ക്യാച്ച് എടുക്കേണ്ടി വന്നു ഇഷാൻ കിഷൻ എന്നുള്ളതാണ്. സോ ഡീപ്പ് ബാക്ക്വേർഡ് സ്ക്വയറിൽ ഇഷാൻ കിഷൻ്റെ ഒരു കിടിലൻ ക്യാച്ചാണ് ടീം ഇന്ത്യയെ ആ ഒരു വിക്കറ്റ് എടുക്കാൻ സഹായിച്ചത്. സോ അതോടുകൂടി അവരുടെ പ്രതീക്ഷകൾ അവിടെ മങ്ങുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ദെൻ നോക്കുക, അടുത്തതായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയെങ്കിലും മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള ഘട്ടത്തിലാണ് ഗ്ലെൻ ഫിലിപ്സിൻ്റെ മടക്കം. അക്സർ പട്ടേലിൻ്റെ പന്തിൽ ബൗൾഡ് ആവുകയാണ്. ഈ ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് അത് ഒരിക്കൽ കൂടി എക്സ്പോസ്ഡായി. 5 പന്തിൽ നിന്ന് 5 റൺസ് എടുത്ത് ഗ്ലെൻ ഫിലിപ്സ് മടങ്ങിപ്പോകുന്നു. സോ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം 52-3 എന്ന രൂപത്തിലേക്ക് വീഴുന്നു. അവരുടെ ചേസ് അവിടെ തീരുമാനമാകുന്നു എന്നുള്ളത് വളരെ കൃത്യമാകുന്നു. 47-3. പിന്നെ പവർ പ്ലേ കഴിയുമ്പോഴേക്കും അവരുടെ അവസ്ഥ 52-3 എന്ന രൂപത്തിലേക്ക് വീഴുന്നു. സോ ന്യൂസിലാൻഡിൻ്റെ കാര്യം അവിടെ തന്നെ കൈവിട്ടു പോയി കഴിഞ്ഞിരുന്നു. സിഫേർട്ട് പിന്നെ ടീമിനെ മുന്നിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷേ ആ ഫൈറ്റ് കൊണ്ട് വിജയിക്കുമെന്നൊന്നും ഒരു ഉറപ്പുമില്ലാത്ത ഫൈറ്റായിരുന്നു. 23 പന്തുകളിൽ നിന്ന് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടുന്ന കാഴ്ച കണ്ടു. ഒടുവിൽ അദ്ദേഹം 26 പന്തിൽ 2 ഫോറും 5 സിക്സും അടക്കം വരുൺ ചക്രവർത്തിയുടെ പന്തിൽ ഇഷാൻ കിഷൻ പിടിച്ച് 52 റൺസിന് മടങ്ങിപ്പോയി. മിച്ചൽ സാന്റ്നറുടെ ചില സംഭാവനകൾ ഉണ്ടായിരുന്നു, എന്നാൽ പോലും അതൊന്നും വിജയത്തിലേക്ക് പോകാനുള്ളതായിരുന്നില്ല. 35 പന്തുകൾ 3 ഫോറും 2 സിക്സും അടക്കം അദ്ദേഹം അടിച്ചു 43 റൺസ്. മറ്റാർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഡാരിൽ മിച്ചൽ 11 പന്തുകൾ 17 റൺസ്. അതിനിടയ്ക്ക് ഒരാവശ്യവുമില്ലാതെ അർഷ്ദീപ് സിംഗ് പന്തെടുത്ത് ആ ത്രോ എറിഞ്ഞു. ആ ത്രോ ഡാരിൽ മിച്ചലിന് കൊണ്ടു. അദ്ദേഹം അതിന് ദേഷ്യപ്പെട്ട് വന്നിട്ടും അപ്പോളജി ചെയ്യാൻ തയ്യാറാവാതെ തിരിച്ച് നടക്കുന്ന അർഷ്ദീപ് സിംഗിനെ കണ്ടു. അതൊരു മോശം സമീപനവും മോശം നിമിഷവുമായിരുന്നു. ഇതല്ല ഇന്ത്യൻ ടീം മുന്നോട്ട് വെക്കുന്ന ക്രിക്കറ്റ്. ഏതായാലും അമ്പയർ അർഷ്ദീപ് സിംഗിനോട് സംസാരിക്കുന്നു. അതിൽ കണ്ട മനോഹരമായൊരു കാഴ്ച, അപ്പോഴേ സൂര്യ വന്ന് അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് മിച്ചലിനെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് അമ്പയറുടെ ഇടപെടലിനൊക്കെ ശേഷമാണ് അർഷ്ദീപ് സിംഗിൻ്റെ ഒരു അപ്പോളജി പോലും വന്നത്. അത് അനാവശ്യമായിട്ടുള്ള സംഭവമായിരുന്നു എന്നുള്ളത് പറയാതെ പോയി. പക്ഷേ സുന്ദരമായിട്ടുള്ള ഈ ഒരു നിമിഷത്തിൻ്റെ ഘട്ടത്തിൽ ഇനി അത് പറഞ്ഞ് നമ്മൾ
ഇതിൻ്റെ മഹത്വം കളയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഏതായാലും ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 20 ഓവർ കംപ്ലീറ്റ് ആക്കാനും പറ്റിയില്ല. 19 ഓവറിൽ അവർ 159 റൺസിന് ഓൾ ഔട്ട് ആയതോടെ, ആ ഓൾ ഔട്ട് ആകുന്നത് നോക്കണം, ജേക്കബ് ഡഫി മടങ്ങിപ്പോയതോടുകൂടി. അതായത് അഭിഷേക് ശർമ്മയാണ് ആ വിക്കറ്റ് എടുക്കുന്നത്, തിലക് വർമ്മ ആണ് ആ ഒരു ക്യാച്ച് എടുക്കുന്നത്. അതാണ് വിന്നിങ് മൊമെൻറ്റ്. ജേക്കബ് ഡഫിയുടെ ഷോട്ട് അഭിഷേകിൻ്റെ പന്തിൽ തിലക് വർമ്മ പിടിച്ചതോടുകൂടി ടീം ഇന്ത്യ തുടർച്ചയായ 2ാം തവണയും T20 വേൾഡ് കപ്പിൽ മുത്തമിടുന്ന മനോഹരമായ നിമിഷമെത്തി. പിന്നെ അങ്ങ് ആഘോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. അപ്പോൾ ബൗളിങ്ങിൽ നമ്മൾ പറഞ്ഞല്ലോ, ബൂംറയെ നമ്മൾ എടുത്തു പറയണം. 4 ഓവറിൽ 15 റൺസ് അദ്ദേഹം 4 വിക്കറ്റ് വീഴ്ത്തി. അതുപോലെ തന്നെ ഏൽപ്പിച്ച ജോലി അതിഗംഭീരമായിട്ട് ചെയ്ത ഒരാൾ കൂടിയുണ്ട് ബൗളിങ്ങിൽ, മറ്റാരുമല്ല, അത് അക്സർ പട്ടേലാണ്. 3 ഓവറിൽ 27 റൺസിന് അദ്ദേഹം 3 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. അർഷ്ദീപ് 4 ഓവറിൽ 32 റൺസ് വിട്ടുകൊടുത്തു. ഹാർദിക് പാണ്ഡ്യ 4 ഓവറിൽ 36 റൺസിന് ഒരു വിക്കറ്റ് എടുത്തു. വരുൺ ചക്രവർത്തി 3 ഓവറിൽ 39 റൺസിന് ഒരു വിക്കറ്റ് എടുത്തു. അഭിഷേക് 1 ഓവറാണ് എറിഞ്ഞത്, 5 റൺസിന് ഒരു വിക്കറ്റ്. സോ ഇന്ത്യ ഇതാ ഗംഭീര വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ജസ്പ്രീത് ബുംറയാണ് മാൻ ഓഫ് ദി മാച്ച്. പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിട്ട് നമ്മുടെ സ്വന്തം സഞ്ജു സാംസണും. ഏതായാലും ഗംഭീര വിജയം. ഇത് ആഘോഷത്തിൻ്റെ നിമിഷങ്ങളും ആഘോഷത്തിൻ്റെ ദിനവുമാണ്. നിങ്ങൾക്ക് ഈ കളിയെക്കുറിച്ചുള്ള പ്രതികരണങ്ങളും മറ്റുമൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.